100-ലധികം ഇറാനിൽ പൗരന്മാർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു എന്നുള്ള, അതിൽ 85 കുഞ്ഞുങ്ങളുണ്ടെന്നുള്ള വേദനിപ്പിക്കുന്ന വിവരങ്ങൾ കൂടി വരികയാണ്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും അനൂപ് ചന്ദ്രൻ ചേരുകയാണ്. അനൂപ്, ഹോർമുസ് കടലിടുക്ക് അടച്ചു എന്നുള്ള വാർത്ത എത്തുമ്പോൾ അത് നമ്മൾ ഉൾപ്പെടെ, ഇന്ത്യ ഉൾപ്പെടെ, അമേരിക്ക അടക്കമുള്ള മറ്റെല്ലാ രാജ്യങ്ങളെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കുന്ന ഒന്നാണ്. അങ്ങനൊരു തീരുമാനത്തിലേക്ക് ഇത് അടച്ചില്ല എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ വന്നിരുന്നു. ഇപ്പോൾ ഒടുവിൽ റോയിട്ടേഴ്സ് ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകുന്നു. അങ്ങനെയാണെങ്കിൽ അത് അടുത്ത മണിക്കൂറിൽ എന്നോണം ലോകം ആകെയും ബാധിക്കില്ലേ? അക്ഷയ, ഇറാന്റെ മുൻപിലുള്ള ഏറ്റവും വലിയ പ്രതിരോധം എന്ന് പറയുന്നത് ഹോർമുസ് കടലിടുക്കാണ്. ഹോർമുസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം ഇറാന്റെ കയ്യിലുള്ളതാണ്. അതുപോലെ തന്നെ ആ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് ഗൾഫ് കടലിടുക്കിലേക്ക് ഗൾഫ് രാജ്യങ്ങളടക്കമുള്ള പ്രദേശത്തു നിന്നുള്ള പുറത്തേക്കുള്ള കച്ചവടത്തിൻ്റെ ഇടനാഴി കൂടിയാണ് ഈ ഹോർമുസ് കടലിടുക്ക്. അത് അടയ്ക്കുന്നതോടെ യൂറോപ്പിലെയും അമേരിക്കയിലെയും അടക്കം വലിയ കമ്പനികളുടെ കച്ചവടത്തെയാണ് അത് ബാധിക്കാൻ പോവുക. ഒരുപക്ഷെ ഇറാൻ്റെ കയ്യിലുള്ള ഏറ്റവും വലിയ പ്രതിരോധ ആയുധം ഹോർമുസ് കടലിടുക്ക് തന്നെയാണ്. ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുന്നതോടെ ഒരു 2 ദിവസത്തിനപ്പുറത്തേക്ക് ഈ യുദ്ധം നീട്ടിക്കൊണ്ടു പോകാൻ അമേരിക്കയ്ക്ക് കഴിയാതെ വരും. അതൊരു സാമ്പത്തിക സമ്മർദ്ദമായി അമേരിക്കയ്ക്ക് മേലുണ്ടാകും. അതുമാത്രമല്ല, അതിനോടൊപ്പം തന്നെ ഇറാൻ്റെ സ്ട്രാറ്റജി വളരെ വ്യക്തമായിരുന്നു ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട്. ഇസ്രായേലിൻ്റെ യുദ്ധം ഒരു ദിവസത്തിനപ്പുറത്തേക്ക് കടക്കുന്നത്, ആക്രമണം ഒരു ദിവസത്തിനപ്പുറത്തേക്ക് കടക്കുമ്പോൾ ഇറാൻ ചെയ്തത്, ഇറാന് ചുറ്റുമുള്ള അമേരിക്കയുടെ ഒരു ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ അതിന് ഹബ്ബാകാൻ, അതിന് ഇടനിലയാക്കാൻ സാധ്യതയുള്ള ഇറാന് ചുറ്റുമുള്ള അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളിലേക്കാണ് ഇറാൻ ആക്രമണം നടത്തിയത്. അങ്ങനെയാണ് ഈ ട്രൈ പാർട്ടി, ഇസ്രായേൽ, ഇറാൻ, അമേരിക്ക, ഈ 3 പാർട്ടികൾക്കിടയിൽ ഒന്നും വരാത്ത ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാൻ ആദ്യം ആക്രമണം നടത്തുന്നത്. അങ്ങനെയാണ് ദോഹയിലേക്ക് ആക്രമണം നടത്തുന്നത്, അങ്ങനെയാണ് അബുദാബിയിലേക്ക് ആക്രമണം നടത്തുന്നത്. ഇതേ കാരണം കൊണ്ട് തന്നെയാണ് മസ്കറ്റിലേക്ക്, മനാമയിലേക്കും ആക്രമണം നടക്കുന്നത്. ഇങ്ങനെ അവരുടെ ചുറ്റുമുള്ള അമേരിക്കയുടെ യുദ്ധകേന്ദ്രങ്ങളാകാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും ആക്രമണം നടത്തുന്നു. അതിനോടൊപ്പം തന്നെ ഇസ്രായേലിലേക്ക് നിരന്തരം ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു. പക്ഷേ ഇറാൻ പ്രതീക്ഷിക്കാതെ നടന്നത് സിവിലിയൻ മേഖലകളിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണമാണ്. ബഹ്റൈനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. ബഹ്റൈനിൽ ജനവാസ മേഖലകളിൽ കൂടി ആക്രമണം ഉണ്ടായി, മിസൈലുകൾ വന്നു പതിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്.